ഇന്ന് നിങ്ങൾക്കൊരു പൊരിച്ച കോഴി ബിരിയാണീൻ്റെ റെസിപ്പി കാണിച്ചു തന്നാലോ. അപ്പോൾ അതിനാദ്യം ആവശ്യമുള്ളത് ഹസ്ബൻഡാണ്. അപ്പോൾ കുക്കിങ് ക്ലീനിങ് മൂപ്പർ ഏറ്റെടുത്താൽ നമുക്ക് ബാക്കി പണിയൊക്കെ ഈസിയാവും. പണിയെടുത്ത് സഹായിക്കാനും പണി വേക്കുന്നത് തരാനും നമുക്ക് അടുക്കളയിലാളുണ്ട്. അപ്പോൾ സ്കിന്നോട് കൂടിയ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസ് 4-5 വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് 3-4 തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലി, പുതിന, കറിവേപ്പില ഇത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബിരിയാണി ഓവറായിട്ട് മസാല ഒക്കെ ഇട്ടാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബിരിയാണിക്ക്. അങ്ങനെ കുറച്ച് തൈര് ഇട്ട് നല്ലൊരു പുളിപ്പിന് വേണ്ടിയിട്ട് മസാല സെറ്റ് ചെയ്ത് വെക്കാം. ഇനി കൈക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുക്കുക, തൈരിട്ട് കൊടുക്കാം, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ലേശം നാരങ്ങ ഒഴിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. എന്നിട്ടത് മസാലയിൽ മിക്സ് ആക്കി കൊടുക്കുക കോഴി. അങ്ങനെ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടി, മുന്തിരി, പിന്നെ നമ്മുടെ പൊരിച്ച ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പൊരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മല്ലി, പുതിന അതും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാൻ ഇതിലാക്കിയാൽ മതിയേനും, പക്ഷേങ്കിൽ ഞാൻ ഓർഡർ ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും ഗീ ഒഴിച്ച് ഓൾ സ്പൈസസ് ഇട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല പൂ പോലുള്ള റൈസ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് അതിനിങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. കറക്റ്റ് അളവാണെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം. ആദ്യം ഒന്ന് ബബിൾ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ കറക്റ്റ് സെറ്റായിരിക്കും ചോറ്. അങ്ങനെ ദമ്മിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല പൊരിച്ച കോഴി ബിരിയാണിയാണ് ഇത്. പൊരിക്കാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൊരിച്ച കോഴി ബിരിയാണിയാണ്. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ കാണുന്നില്ല, നല്ല അടിപൊളി റൈസാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാലഡും അച്ചാറും ഉണ്ട്. പിന്നെ ഇത് ഞാൻ നോമ്പിന് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാൽ പൊളിച്ചക്കും കൂടിയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ ഇതാ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.